ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒരു സ്ത്രീയെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ചില സമയത്ത് സ്ത്രീകൾ പറയുന്ന കാര്യങ്ങളും അവരുടെ ഉള്ളിൽ ഫീൽ ചെയ്യുന്ന കാര്യങ്ങളും ഡിഫറെൻ്റ് ആയിരിക്കും. ഈ സ്ത്രീകൾ എന്ന് പറയുന്നത് അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളൊന്നുമല്ല. സ്ട്രോങ് ഇമോഷൻസ് ഉള്ള, സ്ട്രോങ് ഇൻഡ്യൂഷൻസ് ഉള്ള, ഡീപ്പ് ഒബ്സർവേഷൻ സ്കില്ലുള്ള ആളുകളാണ്. സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സ്ത്രീകളെ കുറിച്ചുള്ള 5 സൈക്കോളജി സീക്രറ്റുകളാണ്. ഫസ്റ്റ് വൺ, ഇമോഷണൽ സെക്യൂരിറ്റി ആണ് അവരുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അതായത് ഏതൊരു സ്ത്രീയെ സംബന്ധിച്ചും ഇമോഷണലി സെക്യൂർഡ് ആയിരിക്കുന്ന പ്ലേസിലായിരിക്കും അവർ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ടുള്ള, സക്സസ്ഫുൾ ആയിട്ടുള്ള, ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു വുമൺ ആണെങ്കിൽ പോലും ഇമോഷണലി അവർക്ക് ചില നീഡ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അവരുടെ പാർട്ട്ണറിൽ നിന്നും അവർ ആഗ്രഹിക്കുന്നത് അവരവരുടെ ഇമോഷൻസ് പോയി ഷെയർ ചെയ്യുന്ന സമയത്ത് ജഡ്ജ്മെന്റ്സ് ഒന്നും ഇല്ലാണ്ട് അവരെ കേട്ടിരിക്കുന്ന, അതുപോലെ അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള ഒരു സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിരിക്കും അവർ പാർട്ട്ണറിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ അവർ ഇമോഷണൽ ആയിട്ട് നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ മേ ബി അത് കുറച്ച് ഡ്രാമാറ്റിക് ആയിട്ടൊക്കെ പുരുഷന്മാരെ സംബന്ധിച്ച് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ പാർട്ട്ണർ ഒരിക്കലും അവരെ ജഡ്ജ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അത് അങ്ങനെയല്ല അത് ഇങ്ങനെയെന്നുള്ള കറക്ഷൻസ് ഒന്നും പാർട്ട്നേഴ്സ് വരുത്താതെ അവരെ പേഷ്യൻ്റ് ആയിട്ട് കേട്ടിരിക്കുന്ന ആളുകളെയാണ് എപ്പോഴും ഒരു സ്ത്രീ ആഗ്രഹിക്കുന്നത്. പിന്നെ സ്ത്രീകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്ത്രീ ഇമോഷണലി സെക്യൂർ ആയിരിക്കുന്ന ഒരു പ്ലേസിലായിരിക്കും അവൾ ഏറ്റവും കൂടുതൽ ലവിങ് ആവുന്നതും സപ്പോർട്ടീവ് ആവുന്നതും അതുപോലെ തന്നെ കെയറിങ് ആവുന്നതും ഒക്കെ. രണ്ടാമത്തെ കാര്യം, ഷീ ഒബ്സർവ് എവറി മൈന്യൂട്ട് തിങ്സ്. ഒരു റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ ആ ഒരു റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്ന മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ വലിയ കാര്യങ്ങളെക്കാളും നോട്ടീസ് ചെയ്യുന്നതും ഓർത്തു വെക്കുന്നതും ഒക്കെ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ടോണിൽ വരുന്ന മാറ്റങ്ങള്, അതുപോലെ നിങ്ങൾ ഇടുന്ന എഫേർട്ടിൽ വരുന്ന മാറ്റങ്ങള്, നിങ്ങൾ അവരെ കെയർ ചെയ്യുന്നതിൽ വരുന്ന മാറ്റങ്ങൾ, നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന പ്രയോറിറ്റിയിൽ വരുന്ന ചേഞ്ചസ്, ഇതൊക്കെ അവർ പെട്ടെന്ന് നോട്ടീസ് ചെയ്യും. ഇത് നോട്ടീസ് ചെയ്യുന്നു മാത്രമല്ല, ഇതൊക്കെ അവർ ഓർത്തു വെക്കുകയും ചെയ്യും. പിന്നെ ഇപ്പൊ നിങ്ങൾ അവരെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യാണ്, കുറച്ച് അത്ര പ്രയോറിറ്റി കൊടുക്കാതെ ട്രീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 1 വീക്കായിട്ട് നിങ്ങൾ അവരെ പ്രയോറിറ്റി കൊടുക്കാതെ ഇങ്ങനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. പക്ഷെ ആ സമയത്തൊന്നും മേ ബി അത് എന്തുകൊണ്ടാണെന്ന് അവർ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയോ അല്ലെങ്കിൽ അതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കുകയൊന്നും അവർ ചെയ്യില്ല. ഒരു 1 മന്ത് അവർ നിങ്ങളെ ഒബ്സർവ് ചെയ്യും. എത്ര കാലം ഇതിങ്ങനെ ചെയ്യുന്നുണ്ട്, ഇത് അവർ സ്ഥിരമാക്കുകയാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവരിങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒബ്സർവ് ചെയ്ത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പം മാത്രമായിരിക്കും അവർ ഇതിനെ കുറിച്ച് അഡ്രസ്സ് ചെയ്ത് നിങ്ങളോട് സംസാരിക്കുന്നത്. അങ്ങനെ അവർ നിങ്ങളോട് സംസാരിക്കുമ്പോഴും നിങ്ങൾ അതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്താൻ റെഡി ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ മെല്ലെ നിങ്ങളിൽ നിന്നും അകലാനായിട്ട് തുടങ്ങും. പിന്നെ ഇത് മാത്രമല്ല, നിങ്ങളുടെ ബോഡി ലാംഗ്വേജിൽ വരുന്ന ചേഞ്ചസും നിങ്ങൾ ഇടുന്ന എഫേർട്ടിൽ വരുന്ന കൺസിസ്റ്റൻസിയും അവർ നോട്ടീസ് ചെയ്യും. അതായത് ഇപ്പൊ നിങ്ങൾ അവരോട് സംസാരിക്കുന്ന സമയത്ത് പണ്ട് സംസാരിച്ചിരുന്ന ആ ഒരു അറ്റാച്ച്മെന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്ത് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ടോ, നിങ്ങൾക്കിടയിൽ കമ്മ്യൂണിക്കേഷനിൽ ട്രാൻസ്പെറൻസി ഉണ്ടോ, ഇതെല്ലാം അവർ നോട്ടീസ് ചെയ്ത് ഓർത്തു വെക്കും. നിങ്ങൾ ഇപ്പോ എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പൊ നിങ്ങൾ അവരുടെ അടുത്ത് ഒരു കള്ളം പറഞ്ഞു, ആ സമയത്ത് ഓൺ ദ സ്പോട്ട് ചിലപ്പോൾ അവർ റിയാക്ട് ചെയ്യില്ല. പക്ഷെ അവരിതൊക്കെ ഓർത്ത് വെച്ച് അതിന് വേണ്ട എവിഡൻസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും അവർ നിങ്ങളോട് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നതും അവരിതിന് റിയാക്ട് ചെയ്യുന്നതും. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്ത്രീയെ സംബന്ധിച്ച് സ്മോൾ എഫേർട്ടുകളാണ് ഇപ്പൊ വലിയ ഇപ്പൊ എക്സ്പെൻസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡ്രമാറ്റിക് ആയിട്ടുള്ള സർപ്രൈസുകൾ കാര്യങ്ങളെക്കാളൊക്കെ കൂടുതൽ ചെറിയ എഫേർട്ടുകളും ഒരു സ്ത്രീയുടെ ഹേർട്ടിനെ ടച്ച് ചെയ്യാറുണ്ട്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ ഒരു കോൺവെർസേഷൻ, ഒരു കാഷ്വൽ ആയിട്ടുള്ള കോൺവെർസേഷൻ, അപ്പൊ അതിൽ ഒരു പെൺകുട്ടി നിങ്ങളുടെ അടുത്ത് പറയാണ്, എനിക്ക് റെഡ് ഫ്ലവേഴ്സ് ഇഷ്ടമാണ് അല്ലെങ്കിൽ റെഡ് റോസ് എനിക്ക് ഇഷ്ടമാണ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ അടുത്ത് അഡ്രസ്സ് ചെയ്ത് സംസാരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് അത് അവിടെ കഴിഞ്ഞു, അവളും അത് വിട്ടിട്ടുണ്ടാവും. പിന്നെ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കോൺവെർസേഷൻ വരുമ്പോൾ നിങ്ങൾ അവരുടെ അടുത്ത് അത് തിരിച്ചു പറയണം, നിനക്ക് റെഡ് റോസ് ഇഷ്ടമല്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേകതരം ഒക്കേഷൻ എന്തെങ്കിലും വരുന്ന സമയത്ത് നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു റെഡ് ഫ്ലവറോ മേ ബി ജസ്റ്റ് ഒരു റെഡ് ഫ്ലവർ ആയിരിക്കും, നിനക്കിത് ഒരുപാട് ഇഷ്ടമല്ലേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അത് വാങ്ങിക്കൊടുക്കാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അവരുടെ മനസ്സിൽ അത് വല്ലാത്തൊരു മെമ്മറി തന്നെ ക്രിയേറ്റ് ചെയ്യും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കാഷ്വൽ ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ്, അവരിങ്ങനെ നിങ്ങളുടെ അടുത്ത് ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ടായിരിക്കില്ല അത് പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ നിങ്ങൾ അത് ഓർത്ത് വെച്ച് നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ആ ഒരു ചെറിയ എഫേർട്ട് ഇടുമ്പോൾ
അവർക്കതൊരു വലിയ കാര്യമായിട്ടാണ് മനസ്സിൽ തോന്നുക. അപ്പൊ അവരുടെ ഉള്ളിൽ ഒരുപാട് ഹാപ്പിനെസ് ഉണ്ടാക്കുകയും നിങ്ങളോടുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ കൂട്ടാൻ അത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. ഇനി വേറൊരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അവരെ ഇമോഷണലി വീക്കായിട്ട് നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ഇമോഷണൽ വീക്ക്നെസ്സുകളൊക്കെ അവർ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പിന്നീട് അവർ ഈ വീക്കായി പോവാൻ ചാൻസ് ഉള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ നിങ്ങൾ അവരെ പ്രൊട്ടക്ട് ചെയ്യുക. ഈ രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു എഫേർട്ടുകളാണെങ്കിൽ പോലും നിങ്ങൾ ഇടുമ്പോൾ അവരുടെ മനസ്സിൽ വലിയൊരു സ്ഥാനം തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. നാലാമത്തെ കാര്യം, ഷീ ടെസ്റ്റ് ഇമോഷണൽ മെച്യൂരിറ്റി. അതായത് പെൺകുട്ടികൾ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇന്റൻഷനലി ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഇപ്പോൾ പെൺകുട്ടികൾ എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കുമ്പോൾ ഒരു ഇമോഷണലി വരുന്ന എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് ചെറിയ ചെറിയ കോൺഫ്ലിക്ട്സുകൾ അവർ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ നിങ്ങളുമായിട്ട് ആ ഒരു കോൺഫ്ലിക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ അതിനോട് അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളത് അവർ നോട്ടീസ് ചെയ്യും. അതായത് ഇപ്പോൾ നിങ്ങൾ അവരെ ഇമോഷണലി സേഫ് ആക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനെ ഭയങ്കര ഒഫെൻസീവായിട്ട് സംസാരിക്കുകയാണോ, അല്ലെങ്കിൽ ഇത് അവരുടെ ഒരു ഇമോഷണൽ വീക്ക്നെസ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് അവരുടെ കൂടെ നിങ്ങൾ കെയർ ചെയ്ത് എന്താ ആക്ച്വലി ഇതിന്റെ പ്രശ്നം അങ്ങനെയൊക്കെ ചോദിച്ച് നിൽക്കുന്നുണ്ടോ, അല്ല അതിന് പകരം നീ ഭയങ്കര ഓവറാണ്, അല്ലെങ്കിൽ നിനക്ക് പ്രാന്താണ്, നീ വെറുതെ ഓവർ റിയാക്ട് ചെയ്യാണ്, ഈ രീതിയിലാണോ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നത്, ഇതൊക്കെ അവര് നോട്ടീസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇത് സബ് കോൺഷ്യസ് മൈൻഡിൽ അവർ നിങ്ങളെ ചെക്ക് ചെയ്യുന്നതാണ്. പെൺകുട്ടികൾ എപ്പോഴും ഒരു ഡൊമിനൻസ് അല്ലെങ്കിൽ ഒരു കൺട്രോളിങ് ബിഹേവിയർ ഉള്ള ആളുകളെക്കാൾ കൂടുതൽ ഇമോഷണലി സ്റ്റെബിലിറ്റി അവർക്ക് കൊടുക്കാൻ കഴിയുന്ന ആളുകളെയാണ് പാർട്ട്നേഴ്സ് ആയിട്ട് ചൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ സൈലൻസ് ആണ്. വെൻ ഷീ ഗോ സൈലന്റ് ഇറ്റ് മീൻസ് സംതിങ്. അതായത് ഏതെങ്കിലും ഒരു പെൺകുട്ടി, ഇപ്പൊ നിങ്ങളുടെ ഒരു പാർട്ട്ണർ പെട്ടെന്ന് ഒരു സൈലൻസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നോർമലി പെൺകുട്ടികളുടെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ അവർ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പൊ നിങ്ങൾ അവരെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നതായിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ അവരെ ചെയ്യാതിരിക്കുന്നതായിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് ഹേർട്ടായി അത് അവർ നിങ്ങളടുത്ത് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, നിങ്ങൾ കൃത്യമായിട്ടുള്ള റീഅഷ്വറൻസോ അല്ലെങ്കിൽ അതിനെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടക്കുന്ന സമയത്ത് ആദ്യം പെൺകുട്ടികൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്സർവ് ചെയ്യും. ഇപ്പൊ നിങ്ങൾ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള പ്രയോറിറ്റി കൊടുക്കുന്നില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ അവര് നിങ്ങളെ ഒബ്സർവ് ചെയ്തിട്ട് അവർക്ക് ഇത് കൺഫർമേഷൻ അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഇതിനെക്കുറിച്ച് കിട്ടുമല്ലോ. അതിന് കിട്ടുന്ന സമയത്ത് ഇവര് ഇതിനെ കുറിച്ചിട്ട് നിങ്ങളോട് ചോദിക്കും, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ നീ ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് ഹേർട്ട് ആവുന്നുണ്ട്, നീ ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് ഫീൽ ആവുന്നുണ്ട്, നീ എനിക്ക് പ്രയോറിറ്റി തരുന്നില്ല, ഈ രീതിയിൽ നിങ്ങളോട് ചോദിക്കും. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ പറയും, ഇല്ല ഞാൻ നിനക്ക് പ്രയോറിറ്റി തരുന്നുണ്ട്, അത് എനിക്ക് തോന്നുന്നതാണ്, ഈ രീതിയിലൊക്കെ നിങ്ങൾ അവരുടെ അടുത്ത് മേ ബി റിയാക്ട് ചെയ്യും. അപ്പൊ ആ സമയത്ത് അവർ നിങ്ങളുടെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കും, ആർഗ്യുമെന്റ് ഉണ്ടാക്കും, അങ്ങനെ അവർ നിങ്ങളുടെ അടുത്ത് ഫൈറ്റ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു കുറച്ച് ടൈം അങ്ങനെ പോകും. അവർ ഫൈറ്റ് ഉണ്ടാക്കും, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചോദിക്കും, ഇങ്ങനെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ അവരെ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ അപ്പോഴും നിങ്ങളെ ഗ്ലോറിഫൈ ചെയ്യാനും നിങ്ങളുടെ ഭാഗത്തുള്ള കാര്യങ്ങൾ ശരികൾ ന്യായീകരിക്കാനുമാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. അവർക്ക് ഹേർട്ട് ആവുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലെന്ന് വിചാരിക്കാം. അപ്പോൾ കുറച്ച് ടൈം കഴിയുമ്പോൾ, ഒരു പെർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ ഇവർ തന്നെ ചേഞ്ച് ആവാനായിട്ട് തുടങ്ങും. ആ സമയത്താണ് ഇവരൊരു സൈലൻസിലേക്ക് പോകുന്നത്. സൈലൻസ് എന്ന് പറയുമ്പോൾ ഇവർ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് ഒന്നും മിണ്ടാണ്ടിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ വിളിച്ച ഫോൺ എടുക്കാണ്ടിരിക്കുക, അങ്ങനെയല്ല. ഇവർ ഇമോഷണലി സൈലന്റ് ആവും. ഇവരുടെ ഇമോഷൻസ് ഒന്നും നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യില്ല, ഇവരുടെ കാര്യങ്ങൾ, കുഞ്ഞു കുഞ്ഞു സ്റ്റോറീസ് ഒന്നും നിങ്ങളുടെ അടുത്ത് പറയില്ല. അങ്ങനെ നിങ്ങൾക്ക് തന്നെ ഒരു ഫീൽ ചെയ്യും നിങ്ങൾക്ക് ഇടയിൽ ഒരു ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട് എന്നുള്ളത്. അത്തരത്തിലുള്ള ഒരു സൈലൻസിലേക്ക് ഇവർ പോകും. അപ്പൊ അത് മീൻ ചെയ്യുന്നത് ഇവർ ചേഞ്ച് ആയി, അല്ലെങ്കിൽ ഇവർ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങളിൽ നിന്നും അവർ ഡിറ്റാച്ച്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളടുത്ത് അവർക്കൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാവും. ആ കണക്ഷൻ കൊണ്ടായിരിക്കും അവർ നിങ്ങളടുത്ത് ഒരുപാട് കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ അത് സാറ്റിസ്ഫൈ ചെയ്യാണ്ട് വരുമ്പോൾ അവർക്ക് രണ്ട് വഴികളേ ഉള്ളൂ. ഒന്ന്, നിങ്ങളെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് നിങ്ങളെ പഴയ പോലെ ആക്കാം. അത് നടക്കുന്നില്ലെന്ന് അവർക്ക് മനസ്സിലായി കഴിയുമ്പോൾ രണ്ടാമത്തെ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ചേഞ്ച് ആവുക, ഈ ഇമോഷണൽ കണക്ഷൻ കുറയ്ക്കുക. അപ്പൊ പിന്നെ അവരെ എക്സ്പെക്ട് ചെയ്യില്ല, നിങ്ങൾ എന്ത് ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും അത് അവരെ അഫക്ട് ചെയ്യില്ല. സോ അവർ സൈലന്റ് ആവുന്നത് അവർ സ്വന്തമായിട്ട് ഹീൽ ആവാൻ വേണ്ടിയിട്ടാണ്.
അവർ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങളിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ രീതിയിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പെൺകുട്ടി എപ്പോഴും അവളെ മനസ്സിലാക്കുന്ന, അവൾക്ക് ഇമോഷണൽ സ്റ്റെബിലിറ്റി കൊടുക്കുന്ന ഒരാളെയാണ് ആഗ്രഹിക്കുന്നത്. അത് ഇവൻ ഒരു പാർട്ട്ണർഷിപ്പിലാണെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും എന്തൊരു രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും അവർ ഇത്തരത്തിലുള്ള ആളുകളുമായിട്ടാണ് കണക്ട് ആവാനും അതുപോലെ തന്നെ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ അവർ ആഗ്രഹിക്കുന്നത്. ഒരിക്കലും ഒരു ഡൊമിനന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മെയിൽ ഷോവിസം കൈൻഡ് ഓഫ് ക്യാരക്ടർ കാണിക്കുന്ന, അവരെ കൺട്രോൾ ചെയ്യുന്ന ആളുകളോട് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് കീപ്പ് ചെയ്യാൻ അവർ ആഗ്രഹിക്കില്ല. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ കൺട്രോളിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡൊമിനന്റ് ആയിട്ടുള്ള ഒരാളാണ്, എന്നിട്ടും ഒരു പെൺകുട്ടി സ്റ്റേ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് നിങ്ങളുടെ അടുത്തുള്ളത് മേ ബി ഒരു ട്രോമ ബോണ്ട് ആവാം, അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിയുടെ നിവർത്തികേട് കൊണ്ടാവാം അവൾ നിങ്ങളുടെ കൂടെ സ്റ്റേ ചെയ്ത് നിൽക്കുന്നത്. ശരിക്കും ഒരു റിയൽ ലവ്, ഒരു പെൺകുട്ടിക്ക് ഒരു പേഴ്സണോട് റിയൽ ലവ്, റിയൽ ആയിട്ടുള്ള ഒരു ഇമോഷൻ തോന്നണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് ഇമോഷൻ ഉള്ള ആളുകളായിരിക്കും, റിയൽ ആയിട്ടുള്ള ഒരു ലവ് ഉള്ള ആളുകളായിരിക്കും, എന്നാൽ പോലും ആ ഒരു കണക്ഷൻ, ആ ഒരു ഇമോഷൻ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള ഇമോഷണൽ സ്റ്റെബിലിറ്റി അവർക്ക് കൊടുത്തേ പറ്റൂ. ഇമോഷൻസ് ആണ് പെൺകുട്ടികളുടെ വീക്ക്നെസ് എന്ന് പറയുന്നത്. ഇമോഷണലി അവളെ സ്റ്റേബിൾ ആക്കിക്കൊണ്ട് അവളെ നിങ്ങൾക്ക് ഹാപ്പി ആക്കാനും നിങ്ങളോടുള്ള കണക്ഷൻ കൂട്ടാനും നിങ്ങൾക്ക് സാധിക്കും. സോ ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരിക്കലും ഒരു പെൺകുട്ടി ഡ്രമാറ്റിക് ആയതുകൊണ്ടല്ല അവൾ ചില സമയങ്ങളിൽ നിങ്ങളോട് ഇങ്ങനെ ഓവർ റിയാക്ട് ചെയ്യുന്നതും ഓവറായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും. അവൾ ഇമോഷണലി വീക്ക് ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ അവൾക്ക് മൂഡ് സ്വിങ്സ് വരുന്ന സമയത്ത്, അവൾ ഇമോഷണൽ ആവുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻസ് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സർവീസുകൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഇറ്റ്സ് മീ റാഷ്ന സൈനിങ് ഓഫ്.